ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെ തുടർന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു പരിസമാപ്തിയിലേക്ക് എത്തി. അതേക്കുറിച്ചുള്ള ചർച്ചകളും വീക്ഷണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വിശദമായ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ഇതിന് നേതൃത്വം നൽകിയ CJP, അതിലെ അഭിജിത്ത് ദീപ്കെ, സൗരവ് ദാസ്, അതിന്റെ മറ്റ് സംഘാടകർ, അവരോടൊപ്പം സമരരംഗത്തുണ്ടായ, ഒരുപക്ഷെ അതിനേക്കാൾ മുമ്പേ സമരരംഗത്തേക്ക് വന്ന് ഇതോടൊപ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്ന മറ്റ് സംഘടനകളിലെ നേഹ ബോറ, ഐഷി ഘോഷ്, ആദർശ് തുടങ്ങിയ വിദ്യാർത്ഥി നേതാക്കൾ, അവരുടെ സംഘടനകൾ, SFI, ASF, ഐസ, അവർക്കെല്ലാവർക്കും ഒരു അഭിവാദ്യം. അവരെ പിന്തുണച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റ് വ്യക്തികൾക്കും എല്ലാവർക്കും അഭിവാദ്യം. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സമരമായി ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന പോയിന്റ് തന്നെയാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ സമരം ആത്യന്തിക വിജയം നേടിയോ, ഇതുകൊണ്ട് പ്രശ്നം പരിഹരിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് സമരം ആ നിലയിൽ മാത്രമല്ല. ആ പോയിന്റിലേക്ക് നമുക്ക് വരാവുന്നതാണ് പിന്നീട്. വളരെ എങ്ങനെ സമാധാനപരമായ ഒരു സമരം സംഘടിപ്പിക്കാം, സംഘടനകർക്കുണ്ടാകുന്ന മർദ്ദനമുറകൾക്കെതിരെ, ഭീകരമായ മർദ്ദനമുറകളുടെ മുന്നിൽ സംയമനം വിടാതെ എങ്ങനെ നിൽക്കാം, നർമ്മബോധത്തോടുകൂടി ഈ വലിയ അധികാര പ്രബദ്ധതയെ എങ്ങനെ നേരിടാം എന്നൊക്കെ വിദ്യാർത്ഥികൾ ഒരു പാഠപുസ്തകം രചിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതുകൊണ്ട് ഇത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അൾട്രാ നാഷണലിസവും ഡിവിസീവായ പൊളിറ്റിക്സ്, വിഭജിക്കുന്ന ജനങ്ങളെ ജാതിമത വർഗ അടിസ്ഥാനത്തിലൊക്കെ, ജാതി മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, വർഗീയ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രങ്ങളെയും വളരെ മനോഹരമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തന്നെയല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ഒരു സ്പിരിറ്റാണ് കുട്ടികൾ ഉയർത്തിപ്പിടിച്ചത്. ഭരണഘടനയാണ് അവർ കൈകളിലേന്തിയത്. അവര് മഹാത്മാഗാന്ധിയെയും ബാബാ സാഹേബ് അംബേദ്കറെയും ഭഗത് സിംഗിനെയും ഒക്കെയാണ് അവർ സിംബൽസ് ആയിട്ട് ഉയർത്തിപ്പിടിച്ചത്. തീർച്ചയായും അത് നമുക്ക് ആവേശം പകരുന്ന, നമുക്ക് ഒരു സമാധാനം തരുന്ന കാഴ്ച തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, അവരുടെ സമരം യഥാർത്ഥത്തിൽ ഈ എക്സിക്യൂട്ടീവിനെതിരെ മാത്രമായിരുന്നില്ല. കാലസ് ഇൻഡിഫറൻസ് എന്ന് പറയാവുന്ന ഒരുതരം നിസ്സംഗമായ തിരിഞ്ഞു നിൽക്കൽ നടത്തിയ ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെ കൂടിയായിരുന്നു. കാരണം ഇത് ചീഫ് ജസ്റ്റിസ്, ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിൽ നിന്നാണ് ഈ സംഘടനയുടെ തുടക്കം തന്നെ എന്ന് അഭിജിത്ത് വീണ്ടും പറയുകയുണ്ട്. അഭിജിത്ത് പറഞ്ഞു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാനൊരു ഹീറോ അല്ല, എന്നെ ഹീറോ ആക്കാൻ ശ്രമിക്കരുത്, ഹീറോ ആക്കിയതിനൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഈ സമരത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം പറഞ്ഞത്. അത് ശ്രദ്ധേയമായ ഒരു സെന്റൻസ് ആയി എനിക്ക് തോന്നി. അനാവശ്യമായി ഹീറോ ആക്കിയതിന്റെ ഒരു സംഗതിയാണ്. പിന്നെ അവർ തെളിയിച്ച ഒരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അദൃശ്യമായ ഒരു ശക്തി ആണ് നമ്മുടെ ഭരണകൂടം. പ്രതീതി നിർമ്മിച്ചിരിക്കുന്ന, ഇമേജ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അത്തരത്തിലൊരു വ്യക്തിയാണ് എന്ന നിലയിലൊക്കെ കെട്ടിപ്പൊക്കിയതിന് അവര് അങ്ങനെയൊന്നും ഇല്ല എന്ന് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ട് കൂടിയുണ്ട്. അത്രയുമാണ് ഇതിൽ നിന്ന് ഏറ്റവും നമുക്ക് ആദ്യം എടുക്കാവുന്ന പാഠം എന്ന് പറയുന്നത്. പരീക്ഷ എന്താവും, വിദ്യാഭ്യാസ സമ്പ്രദായം എന്താവും എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അതിലൊരു പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം പറയാം. ഇന്ന് നന്ദൻ നീലേക്കാണി എന്ന വ്യവസായിയുടെ ചെയർമാൻഷിപ്പിൽ ഈ പരീക്ഷാ പരിഷ്കരണത്തെ കുറിച്ച് ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതി നിർദ്ദേശങ്ങൾ നൽകി, അതനുസരിച്ച് ഇതൊക്കെ നടപ്പാക്കും, പിന്നെ വലിയ നിയമം വരുന്നു എന്നൊക്കെ പറയുന്നു. 2024 കൊണ്ടുവന്ന നിയമം അത് നടപ്പായില്ലല്ലോ. അത് ശരിയായ, അതായത് നിയമം നടപ്പിലാക്കുന്നതല്ല, ഈ പരീക്ഷാ സംവിധാനത്തെ ഇല്ലാതെയാക്കിയതാണ്. ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ CBSE നടത്തിക്കൊണ്ട് ശക്തമായ നടത്താൻ കഴിയും. CBSE അതെല്ലാം 100% ശരിയായിരുന്നു എന്നല്ല, അതിനൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു. പോരായ്മകളുള്ള ചെറിയ ചെറിയ പോരായ്മകൾ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ അതൊക്കെ പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. UGC പൊളിച്ചു കളയുകയാണ്, പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ചുമതലകളിൽ നിന്നും അവരെ മാറ്റി പരീക്ഷയൊക്കെ കൂടി എടുത്ത് NTA എന്ന് പറഞ്ഞ ഒരു സമിതിയെ ഏൽപ്പിച്ചു. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്.
അപ്പൊ ഇതൊരു സിസ്റ്റമിക് ആയ ഒരു പ്രശ്നമാണ്. ഈ സിസ്റ്റമിക് ആയ പ്രശ്നത്തെ ഒരു ടെക്നോക്രാറ്റ് എന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. തീർച്ചയായും ഈ ആധുനിക സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ആ രംഗത്ത് അദ്ദേഹം വ്യവസായ രംഗത്തേക്ക് വന്നത്. പക്ഷെ അദ്ദേഹം അതിലെ വിദഗ്ധനല്ല. വിദഗ്ധനാവണമെന്നില്ല. വലിയ വിദഗ്ധരെ കൊണ്ട് പണിയെടുപ്പിച്ച് വ്യവസായം ഉണ്ടാക്കാനുള്ളത്, അത് വേറെ കാര്യം. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഒരു പരീക്ഷ സമ്പ്രദായത്തെ കുറിച്ച് അഭിപ്രായം രൂപീകരിക്കാനും ആരായാനും അതിന് കോൺക്രീറ്റ് ആയി മുന്നോട്ട് വെക്കാനും കഴിയുന്ന ഒരാളാണോ? അതിന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് വരുന്നത്. ഈ പരീക്ഷാ സമ്പ്രദായത്തെ കുറിച്ച് പരിചയമുള്ളവരാണ് വേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് നിന്നിട്ടുള്ളവരാണ് വേണ്ടത്. അത് അത് ഒരു ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല. ടെക്നിക്കലായ ഒരു പരിഹാരമല്ല ഇതിന് വേണ്ടത്. കുറെ കൂടി സാങ്കേതിക വിദ്യ കൊണ്ട് ഏർപ്പെടുത്തിയാൽ ഇത് ശരിയാകും എന്നത് ശരിയായ ഒരു സമീപനമല്ല. കാരണം CBSE ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നതാണല്ലോ. എഴുതുന്ന പേപ്പറിൽ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ വായിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അതാണല്ലോ എത്രയോ വിദ്യാർത്ഥികളെ വലിയ കുഴപ്പത്തിൽ, 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ പ്രശ്നങ്ങളും 2-3 വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്കും ഒക്കെ നയിച്ച ആ സംഭവം. അപ്പോൾ അതൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നില്ല, ശരിയായി അഡ്രസ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മള് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പല ആരോപണങ്ങളായിരുന്നല്ലോ നമ്മുടെ നാഷണൽ മീഡിയയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിലൊരു ആരോപണമാണ്, അതേക്കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇടപെടലാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പുറകിലെന്ന്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ്? അത് വ്യക്തമാക്കുന്നില്ല. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മള് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ വർഷങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക്, അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾക്ക്, അമേരിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ അമേരിക്കയിലെ മനുഷ്യരെല്ലാവരും എന്നല്ല, അമേരിക്കൻ ഭരണകൂടവും അതിനെ നിയന്ത്രിക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്ന ഒരു സംഗതി എന്നാണ് ഈ പൊളിറ്റിക്കൽ സയൻസിലെ വിശാരദന്മാർ പറയാറുള്ളത്, ഇന്റർനാഷണൽ റിലേഷൻസിലൊക്കെ. അവരുടെ താല്പര്യങ്ങൾക്ക് ഏറ്റവും അനുരൂപമായി പ്രവർത്തിച്ച വർഷങ്ങൾ ഇന്ത്യ ഈ കഴിഞ്ഞ വർഷങ്ങളാണ്. അങ്ങോട്ടുള്ള മാറ്റമൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. ഇപ്പൊ നമ്മൾ 2 കാര്യം എടുത്താൽ മതി. അടുത്ത സമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു താരിഫ് യുദ്ധം. ഇന്ത്യ യുദ്ധം ചെയ്തില്ല, അമേരിക്ക ഇന്ത്യയുടെ മേലില് എന്ത് ചുമത്തി? ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ വലിയ നികുതി ചുമത്തുന്ന ഒരു സംഗതി ഉണ്ടായി. അതിനുശേഷം സംസാരിച്ചത് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞു, ട്രേഡ് പാക്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ അത് പറഞ്ഞിരിക്കുന്നത് ട്രേഡ് പാക്ട് എന്തായില്ല, അന്തിമ പാക്ട് ആയില്ല, അതിന് നടക്കുന്നതേ ഉള്ളൂ എന്ന മറുപടി മാത്രമേ പാർലമെന്റിൽ കിട്ടിയുള്ളൂ. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രേഡ് പാക്ട് ഒക്കെ പറഞ്ഞു. അതായത് അവര് നേരത്തെ 10% നികുതി ഉണ്ടായിരുന്ന അമേരിക്കൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചേർത്തിരുന്ന 10% നികുതി അത് 50%, 150% ഒക്കെ ആക്കിയായിട്ട് അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് 18% എന്ന് ഫിക്സ് ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ 18% നികുതി കൊടുത്തേ നമുക്ക് അവിടേക്ക് കയറ്റി അയക്കാൻ പറ്റുള്ളൂ. US നികുതി കൊടുക്കണം. കയറ്റി അയക്കുന്നവർ, ഇവിടുത്തെ കയറ്റുമതിക്കാർ ഇന്ത്യയിലെ, അമേരിക്കയിലെ തിരിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുന്നതിന് നികുതി വേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞത്. അതാണ്. തന്നെയുമല്ല, $500 ബില്യൺ മറ്റോ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വാങ്ങാമെന്നും ഇന്ത്യ സമ്മതിച്ചു എന്ന് ട്രംപ് പറഞ്ഞു. അന്തിമ കരാർ ആയില്ല, അത് ചർച്ചയിലുള്ള നടക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് അതേക്കുറിച്ച് ലഭിച്ച മറുപടി. പക്ഷേ നമ്മള് ഇത് നോക്കുക, ഇത് ഫാക്ട് ഷീറ്റ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ അനൗൺസ് ഹിസ്റ്റോറിക് ട്രേഡ് ഡീൽ. അതിലെ ആദ്യത്തെ സെന്റൻസ് തന്നെ പറയുന്നത് ഇത് ട്രംപും തമ്മിലൊരു ട്രേഡ് ഡീൽ എത്തിയിട്ടുണ്ട്, അത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് നൽകും എന്ന മട്ടില് പറയുന്നത്. ഇത് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് US നേർക്ക് ചുമത്തിയിരുന്നത് ഇല്ലാതെയാക്കും എന്നാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ പറയുന്നത്. In a joint statement, Donald Trump announced a trade deal between the United States and India that will open up India's market over 1.4 billion people to American products. ഈ പറഞ്ഞ
1.4 ബില്യൺ മനുഷ്യരുള്ള ഇന്ത്യയുടെ മാർക്കറ്റ് ആർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ്? അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കും എന്ന് പറയുകയാണ് ചെയ്തത് ട്രംപ്. ഇത് ട്രംപ് പറയുകയല്ല, അമേരിക്കൻ എംബസിയുടെ സൈറ്റിൽ ഈ ട്രേഡിനെ കുറിച്ച് എഴുതിയിരിക്കും. അതാണ് ധാരണ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. വേറെയുണ്ട് അതുപോലെ. ഇതില് അത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വീണ്ടും പറയുന്നുണ്ട് ഇതിനെ കുറിച്ചുള്ള കാര്യം. ഈ താരിഫിലുള്ളത്, താരിഫ് റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇല്ലാതെയാക്കും. ഏത് താരിഫ്? അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ. തന്നെയുമല്ല അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യാം. ഓൾസോ ഓൺ കോൾ പ്രസിഡന്റ് ട്രംപ് അഗ്രീ ടു റിമൂവ് ആൻ അഡീഷണൽ 25% താരിഫ്. അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയൊക്കെ അവര് ഈ ട്രേഡ് വാറിന്റെ ഭാഗമായി പറഞ്ഞ അഡീഷണൽ താരിഫ് ഒക്കെ പിൻവലിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് പിൻവലിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ 18% നികുതി 25%, 50% ഒക്കെ പറഞ്ഞത് കുറച്ച് ഇതിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിന്റെ സ്ഥിതി. ഇനി നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇന്ത്യ ആദ്യകാലത്ത് നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാനായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ നിയന്ത്രണമില്ല ഇപ്പോഴും. കാരണം നമ്മുടെ സബ്സിസ്റ്റൻസ് ഫാർമേഴ്സ് ആണ്. അത് ഉപജീവന മാർഗമാണ്. വലിയ വൻകിട തോട്ടങ്ങൾ, ആ രീതിയിലുള്ള കൃഷിയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഈ ഉപജീവനത്തിനുള്ള മാർഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ 3-4 ലോക രാജ്യങ്ങളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാനായിട്ട് മറ്റ് ഈ വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള കാർഷിക ഇറക്കുമതിക്ക് നമ്മൾ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. WTO എഗ്രിമെന്റിൽ ഈ നിയന്ത്രണങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരികയും, പക്ഷെ അവിടെയും പറയുന്നുണ്ട് ഈ കർഷകരെ സംരക്ഷിക്കാൻ വേണമെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള അന്നത്തെ ഗ്രൂപ്പ് 90 എന്നോ മറ്റോ പറയുന്ന ഗ്രൂപ്പ്, ഇന്ത്യയും ബ്രസീലും ഒക്കെ ഉള്ള ആ ഗ്രൂപ്പിന്റെ ഒരു വലിയ ബാർഗനിങ്ങിന് ഫലമായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് താരിഫ് ഏർപ്പെടുത്താം, അത് ബോധ്യപ്പെടുത്തി ഏർപ്പെടുത്താം. അപ്പോൾ ആ അവകാശങ്ങൾ പോലും, WTOയിലെ അവകാശങ്ങൾ പോലും നമ്മൾ ഈ ട്രേഡ് എഗ്രിമെന്റ് അന്തിമ ഒപ്പിടാൻ പോകുന്ന ട്രേഡ് എഗ്രിമെന്റിൽ ഉണ്ടാവില്ല എന്നത്, അതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് പറയുക, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ വെബ്സൈറ്റിലുമാണ് കാണുന്നത്. ഇനി നമ്മൾ എണ്ണ എവിടെ നിന്ന് വാങ്ങണം? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് US പ്രസിഡന്റ് ആണ്. ഇന്ത്യ വാങ്ങുന്നില്ല. ഇനി ഇവിടെ ഹോർമൂസ് അടച്ചിട ഒരു കപ്പൽ വാങ്ങിക്കോ എന്ന് പറയുന്നതും ആരാണ്? US അധികൃതരാണ്. അപ്പൊ ഇന്ത്യയുടെ എവിടുന്ന് ഓയിൽ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് US ആണ്. എത്ര വിലയ്ക്ക് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് US ആണ്. വളരെ പ്രകടമായി നമുക്ക് കാണാവുന്ന ഉദാഹരണം ഇത് രണ്ടെണ്ണം. ഇനി ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ അമേരിക്കൻ ഇറാനിലെ ആക്രമണമായിക്കോട്ടെ, മറ്റ് ഇടങ്ങളിൽ വെനിസ്വേലയെ ആക്രമിച്ചപ്പോഴായിക്കോട്ടെ, നമ്മളൊരു സൈലന്റ് ആയിട്ട് അതിന് കീഴടങ്ങി നിൽക്കുന്ന, ഒരു വാക്കുകൊണ്ട് പോലും അമേരിക്കയെ നോവിക്കാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോ ഇത്തരം ഒരു ഗവൺമെന്റ് ആണ് പറയുന്നത്, ആ ഗവൺമെന്റ് നിൽക്കുമ്പോഴാണ് പറയുന്നത് ഡീപ് സ്റ്റേറ്റ്. എന്താണ് ഡീപ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി ഇന്ത്യയിലൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ? ആരാണ് ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ്? അതുകൂടി ഇക്കൂട്ടർ പറയട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഡീപ് സ്റ്റേറ്റ് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന പഴയ ബ്രിട്ടീഷ് അംബാസിഡർ ഇന്ത്യയിലെ പാട്രിക് മൊയ്നിഹാൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു. പുസ്തകത്തിന്റെ ടൈറ്റിൽ മറന്നുപോയി. അതിൽ പറയുന്നുണ്ട്, കേരളത്തിലെ വിമോചന സമരത്തെ ഫണ്ട് ചെയ്തത്, ആശയപരമായ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തതിലും CIAയ്ക്കും ബ്രിട്ടീഷ് രഹസ്യ പോലീസിനും പങ്കുണ്ടായിരുന്നു എന്ന്, അത് ഫണ്ട് കൈമാറുന്നതിൽ ഈ പാട്രിക് മൊയ്നിഹാന് അതിൽ പങ്കുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മുടെ ബാഹ്യമായ ചില ധാരണകൾ അത് മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിലോ ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ എന്നുള്ളത് ഇവർ പറയട്ടെ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇദ്ദേഹം അഭിജിത് ദീപ്കെ അവിടെ അദ്ദേഹം പഠനത്തിന് US പോയിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോ അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പഠനത്തിൽ പോയവരെടുത്താൽ നമ്മുടെ രാജിവെച്ച വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ എത്ര മന്ത്രിമാരുടെ മക്കള് ഇവിടേക്ക് പോയി പഠിക്കുന്നുണ്ട്. അവരൊക്കെ ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരാണ്. പഠിച്ചു എന്നുള്ള ഒറ്റ കാരണങ്ങളുണ്ട്. തന്നെയുമല്ല, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഈ അന്വേഷണം
വിദേശ ഫണ്ടിങ് അന്വേഷണം എന്ന് പറയാൻ ഈ CJPയുടെ പ്രവർത്തനത്തിൽ വിദേശ ഫണ്ട് ഉള്ളതായി യാതൊരു തെളിവില്ല എന്ന് അവർ തന്നെ പറയുകയും ചെയ്തു. അതാണ് അതിന്റെ സ്ഥിതി. അപ്പോൾ ആ ഒരു ആരോപണത്തെ കുറിച്ച് അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ആരോപണങ്ങളൊക്കെ ദുരാരോപണങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി അടുത്തതെന്ത് എന്ന ചോദ്യം നിൽക്കുന്നു. ഇതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒരു നല്ല ഭാവിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നങ്ങളായി തന്നെ തുടരുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.